കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച താലൂക്ക് ലൈബ്രറി സംഗമം ശ്രദ്ധേയമായി. സംഗമത്തിന്റെ ഉദ്ഘാടനം മുൻ MLA ജോൺ ഫെർണാണ്ടസ് നിർവഹിച്ചു. കൊച്ചി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാലയായി തെരഞ്ഞെടുക്കപ്പെട്ട കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും വേദിയിൽ വിതരണം ചെയ്തു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് S. സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് താലൂക്ക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചത്. ഫോർട്ട് കൊച്ചി അമരാവതി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന താലൂക്ക് ലൈബ്രറി സംഗമം മുൻ MLA ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും ലഭിക്കുന്ന പുസ്തക ഗ്രാന്റിന്റെ അടിസ്ഥാനത്തിൽ വാങ്ങുന്ന പുസ്തകങ്ങൾ സൂക്ഷിച്ച് ആ പുസ്തകങ്ങൾ വായനക്കാരായിട്ടുള്ള അംഗങ്ങൾക്ക് നൽകുക എന്ന ചുമതല മാത്രമല്ല നിർവഹിക്കേണ്ടത്. ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ അതിന് നാനാവിധത്തിലുള്ള ബഹുമുഖങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം MV ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് RS ഭാസ്കർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ, കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം TR വിനോയ് കുമാർ, NM ഗോപകുമാർ, NKM ഷെരീഫ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് തല വായനാ മത്സരം എഴുത്തു പരീക്ഷയിൽ UP വനിതാ വിഭാഗങ്ങളിൽ വിജയിച്ചവർക്കും സർഗോത്സവം 2023ന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കൊച്ചി താലൂക്കിലെ മികച്ച ഗ്രന്ഥശാലയായി കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയെ തെരഞ്ഞെടുത്തു. മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും മുൻ MLA ജോൺ ഫെർണാണ്ടസ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.